രണ്ടാമത്തെ കാര്യം, നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ഗെറ്റ് ആൻസേഴ്സ്. ഉത്തരങ്ങൾ കിട്ടണം നമുക്ക്. ഇനി ഉത്തരം എവിടെ നിന്ന് കിട്ടും? ഇപ്പോൾ യോഹന്നാൻ ഡൗട്ട് അടിച്ചപ്പോൾ യോഹന്നാൻ ഉത്തരം എവിടെ നിന്ന് എടുത്തേ? യോഹന്നാൻ നേരെ ആരെക്കുറിച്ചാണോ സംശയിച്ചത് അയാളുടെ അടുത്തായിട്ട് ശിഷ്യന്മാരെ പറഞ്ഞുകൂടെ, നിങ്ങൾ എന്നിട്ട് കർത്താവിനോട് തന്നെ ചോദിക്കുക, ജീസസിനോട് ചോദിക്കുക. ഇതാണ് നമ്മൾക്ക് ആൻസർ എവിടെ നിന്ന് കിട്ടുന്നത്. ആൻസർ കിട്ടേണ്ടത് അത് കർത്താവിൻ്റെ അടുത്ത് നിന്ന്, അത് ഈശോയുടെ അടുത്ത് നിന്ന്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടായോ വിശ്വാസത്തെ സംബന്ധിച്ച്? നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങളുടെ പാരൻസിനോട് സംസാരിക്കണം. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഉത്തരം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ കാറ്റഗിസം ടീച്ചേഴ്സിനോട് സംസാരിക്കാം. അവർക്ക് ഉത്തരം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ പാരിഷ് പ്രീസ്റ്റിനോട് സംസാരിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന അച്ഛന്മാരോട് സംസാരിക്കാം, സിസ്റ്റേഴ്സിനോട് സംസാരിക്കാം. ഇനിയും നിങ്ങൾക്ക് ഉത്തരം മര്യാദ കിട്ടുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം. ഇന്ന് AI കാര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഗൂഗിൾ ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പോൾ അക്സെപ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ സൈറ്റുകൾ നിങ്ങൾ ഗൂഗിൾ ചെയ്യണം. അല്ലെങ്കിൽ ഓൾറെഡി സംശയമുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നിട്ട്, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ സംശയം ചോദിച്ചാൽ നിങ്ങൾ സംശയത്തിന് ഉത്തരം കിട്ടത്തില്ല. നിങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടും. അതുകൊണ്ട് വിശ്വാസമുള്ളവരടുത്ത്, വിശുദ്ധിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ആൻസർ കണ്ടെത്താൻ പോകണം. അതാണ് രണ്ടാമത്തെ കാര്യം, ഗെറ്റ് ആൻസേഴ്സ്. സംശയങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്തണം. ഉത്തരം കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ സംശയങ്ങൾ തീരുള്ളൂ, നമ്മുടെ വിശ്വാസത്തിൽ വളരുള്ളൂ. അതുകൊണ്ട് സെക്കൻഡ് തിങ് ഈസ് ഗെറ്റ് ആൻസേഴ്സ് ഫ്രം ദ റൈറ്റ് പേഴ്സൺ, ഫ്രം ദ റൈറ്റ് തിങ്. നിങ്ങൾ ബൈബിളിൽ നിന്ന് ഉത്തരം കണ്ടെത്താം. നമ്മൾ ബൈബിളിലാണ് യേശുവിനെ അന്വേഷിക്കേണ്ടത്, പുറത്തല്ല. ബൈബിളിൽ അന്വേഷിക്കുക, നമ്മളുടെ ചർച്ചിൽ അന്വേഷിക്കുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അന്വേഷിക്കുക, നമ്മുടെ ഇടവകയിൽ അന്വേഷിക്കുക, നമ്മുടെ വിശ്വസിക്കുന്ന കൂട്ടുകാരുടെ ഇടയിൽ അന്വേഷിക്കുക. അങ്ങനെയാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. മൂന്നാമത്തേത് ഗെറ്റ് ഹെൽപ്പ്, അല്ലെങ്കിൽ ആസ്ക് ഹെൽപ്പ്. ഈ നമ്മളിങ്ങനെ സഹായം ചോദിക്കണം. ചില സമയത്ത് നമുക്കൊന്നും, നമ്മൾ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും എത്രയൊക്കെ വായിച്ചെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമ്മൾ ഇരുട്ടലായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് വിശ്വാസമുള്ള ഒരാളത്ത് ചെന്നിട്ട് നമ്മൾ സഹായം ചോദിക്കണമെന്നല്ലാണ്. ഇങ്ങനെ പറയാറുണ്ട്, ആസ്കിങ് ഹെൽപ്പ് ഈസ് നോട്ട് എ ഫെയിലിയർ ബട്ട് റിഫ്യൂസൽ ടു ഗീവ് അപ്പ് എന്ന് പറയാം. അത് തോൽവിയല്ല. ഒരാളുടെ സഹായം ചോദിക്കുന്നത് തോൽവിയൊന്നുമല്ല. ഞാൻ തോൽക്കാൻ മനസ്സില്ല എന്ന് പറയുന്നതാണ്. തോൽക്കാൻ മനസ്സില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ധൈര്യമായിട്ട് നമ്മളിന്ന് സഹായം ചോദിക്കണം. ആരെടുത്ത് ചോദിക്കണം? ദോസ് ഹു ആർ സ്ട്രഗിൾഡ്. ജീവിതത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ടും കർത്താവിൽ ഇങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ചില ആൾക്കാരെ നമുക്ക് അറിയാൻ പാടില്ലേ? നമുക്ക് മോട്ടിവേഷൻ നൽകുന്ന ചില ആൾക്കാരില്ലേ? അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. എനിക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്, എന്ത് ചെയ്യണം? അപ്പോൾ അവർ പറയും, എടാ ഞാൻ ഇതിലൂടെ കടന്നു പോയതാണ്, ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും.